قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലിൽ 8ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല. നബിയെ, അങ്ങ് അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുകയും ഏകാഗ്രചിത്തനായി ആരാധനയിൽ അള്ളാഹുവിലേക്ക് മുറിഞ്ഞ് അടുക്കുകയും ചെയ്യുക, പരിപൂർണമായ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യുക. ഇതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു, വദ്കുരിസ്മ റബ്ബിക. ദിക്റുകൾ ഒരിക്കലും മുറിയാതെ നമ്മൾ കൊണ്ടു നടക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വതബത്തൽ ഇലൈഹി തബ്തീല. അള്ളാഹുവിലേക്ക് ഏകാഗ്രചിത്തനായി മുഖ്ലിസീങ്ങളായി പരിപൂർണ മനസ്സോടുകൂടെ തിരിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുക, മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കുകയും ചെയ്യുക. തബത്തുൽ എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിതാഉ ഇലാ ഇബാദത്തില്ലാഹി അസ്സ വജല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് നമ്മൾ മുറിയ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ചിന്തകളൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുക. സത്യത്തിലൊരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ റബ്ബ് സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ ഇബാദത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സൃഷ്ടികർമ്മത്തിൻ്റെ ലക്ഷ്യം, നമ്മളെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം ഇബാദത്താണ്. സൂറത്തു ദാരിയാത്ത് 56 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നിനെയും ഇൻസിനെയും ഞാൻ പടച്ചത് എന്ന് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹ്ക്ക് ഇബാദത്ത് ആവശ്യമുണ്ടായത് കൊണ്ടല്ല കേട്ടോ, അങ്ങനെയാണ്. അള്ളാഹ്ക്ക് നമ്മളെ ഇബാദത്ത് ആവശ്യമുണ്ടായത് കൊണ്ടാണ് ഞങ്ങളെ പഠിച്ചത്, അതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഇബാദത്ത് എടുക്കുന്നത് നമുക്ക് തന്നെ വേണ്ടിയാണ്, നമ്മുടെ തന്നെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹ്ക്ക് അതിന് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടല്ല. അള്ളാഹു ഗനിയാണ്, ഹമീദാണ്, സമദാണ്. റബ്ബിന് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ നന്നായി പ്രേരിപ്പിച്ചൊരു വിഷയമാണ്. റബ്ബിൻ്റെ ഇബാദത്ത് എല്ലാ നിലക്കും നിങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു തആല ഇവിടെ പറയുന്നതും അതാണ്, വതബത്തൽ ഇലൈഹി തബ്തീല. ഐ അക്സിർ മിൻ ദിക്രിഹി വൻഖതി ഇലൈഹി വതഫറഖ ലിഇബാദതി ഇദാ ഫറഗത മിൻ അശ്ഗാലിക വമാ തഹ്താജു ഇലൈഹി മിൻ ഉമൂരി ദുനിയാക. ഇമാം ഇബ്നു കസീർ തങ്ങൾ അങ്ങനെയാണ് അതിന് അർത്ഥം പറഞ്ഞത്. അതായത് ദുനിയവിയായ കാര്യങ്ങൾ, ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, പരിപൂർണമായി ഇഖ്ലാസോടുകൂടെ വേറൊരു ചിന്തയില്ലാതെ റബ്ബിലേക്ക് അടുത്ത ഇബാദത്ത് ചെയ്യണം. ഇൻഫിസാലു ബിൽ ഖൽബി അനിൽ ഖലായിഖി എന്നും അതിനർത്ഥം പറയാം. വലിത്തുസാഫി ബിമഹബ്ബത്തില്ലാഹി തആല വകുല്ലി മാ യുഖർരിബു ഇലൈഹി വയുദ്നി മിൻ റിളാ. എന്താണ് അൽ ഇൻഫിസാലു ബിൽ ഖൽബി? ഹൃദയം കൊണ്ട് മുറിയലാണ്. അനിൽ ഖലായിഖി, സൃഷ്ടികളെ വിട്ട്. ഹൃദയം കൊണ്ട് സൃഷ്ടികളെ വിട്ട് മുറിയുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സൃഷ്ടികളെക്കുറിച്ച്, പടപ്പുകളെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതിരിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക. അല്ല പറ്റേ പോലെ ഒഴിവാക്കണം എന്നാൽ ഒഴിഞ്ഞിട്ട് വണ്ടി പാഞ്ഞ് വേറെ ഒരു മലൻ്റെ മുകളിൽ കാണാൻ ഒന്നൊന്നല്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പറയാം. സന്യാസത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഖൽബ് കൊണ്ട് ദുനിയാവിയായ ചിന്തകൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായി അടുക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ചെയ്യണം. വളരെ ഫിറ്റാണ് ഇവിടെ ഈ പ്രയോഗം. തബത്തല എന്ന പ്രയോഗം വളരെ ഫിറ്റാണ്. തബത്തുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, ബതൽതു ഷൈഅ അല്ലെങ്കിൽ തബത്തൽതു ഹാദൽ അംറ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പറ്റങ്ങൾ മുറിഞ്ഞിരുന്നു എന്നാണ്. അതായത് ഒരാൾ ഇബാദത്ത് ചെയ്യാൻ പരിപൂർണമായി ഒഴിഞ്ഞിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ പറയാം, അയാൾ തബത്തുൽ ചെയ്തു എന്നാണ്. ശരിക്കും കൊണ്ട് മുറിഞ്ഞു നിൽക്കുക, അള്ളാഹിൻ്റെ ജാനിബിലേക്ക്, റബ്ബിൻ്റെ സൈഡിലേക്ക് പൂർണ്ണമായി ചേർന്ന് നിൽക്കുക. ബാക്കിയുള്ളതൊക്കെ മനസ്സിൽ നിന്ന് പോവുക. നമ്മൾ നിസ്കരിച്ചാൽ നിന്നാലും നമ്മളെ മനസ്സിൽ വേറെയുള്ള ചിന്തകൾ വരികയാണ്. അത് പറ്റൂലെന്നായി പറഞ്ഞത്. അത് തബത്തുലായിട്ടില്ല.
നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ റബ്ബ് മാത്രം മുന്നിലുണ്ടാകാൻ പാടുള്ളൂ, വേറെ ചിന്ത മനസ്സിലാകാൻ പാടില്ല. നമുക്ക് സർവ്വ കണക്കും സർവ്വ കാര്യങ്ങളും ഓർമ്മകളും വേറെ മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരൽ നിസ്കാരത്തിലാണ്. അതിനെ തബത്തുൽ എന്ന് പറയില്ല. ബത്തൂൽ എന്ന് പറയാറുണ്ട്, പെണ്ണുങ്ങൾക്ക് ബത്തൂൽ എന്ന് പറയാറുണ്ട്. പെണ്ണുങ്ങളിൽപ്പെട്ട നല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്ന ആളുകൾക്ക് ബത്തൂൽ എന്ന് പറയാറുണ്ട്. സാധാരണ ഭാഷയിൽ അത് പ്രയോഗിക്കൽ എന്തിനാണെന്നറിയോ? അൽ മുൻഖത്തി അത്യനിരിച്ച ആണുങ്ങളെ വേണ്ട എന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടാവില്ലേ, ആണുങ്ങളുമായി പറ്റേ സഹവാസം വെടിഞ്ഞ ചില പെണ്ണുങ്ങളുണ്ടാകും, അവരെക്കുറിച്ചാണ് ബത്തൂൽ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അവർക്ക് ആണുങ്ങളെക്കുറിച്ചൊരു ആവശ്യമില്ല, ആണുങ്ങളുമായുള്ള ശാരീരികമായ ആ ഒരു ബന്ധം അതല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യമൊന്നും ഇല്ലാത്ത പറ്റേ ആണുങ്ങളുമായി ആശ മുറിഞ്ഞ പെണ്ണുങ്ങൾ, അവർക്കാണ് ബത്തൂൽ എന്ന് പറയുക. മറിയമുൽ ബത്തൂൽ എന്ന് പറയും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹുഅൻഹയെ കുറിച്ച് ബത്തൂൽ എന്ന് പറയാറുണ്ട്, മറിയമുൽ ബത്തൂൽ. അങ്ങനെ മഹദിക്ക് പേരിട്ടാൻ കാരണം എന്താരോ? ലിൻഖിതാഇഹ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് പരിപൂർണമായി തിരിഞ്ഞതിനു വേണ്ടി. വേറെ എല്ലാ സംഗതികളും മുറിച്ച് ഒക്കെ വേർപ്പെടുത്തി റബ്ബിലേക്ക് പരിപൂർണമായി ചെന്നു ചേർന്നത് കൊണ്ടാണ് മറിയമുൽ ബത്തൂൽ എന്ന് പറയുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ബത്തൂൽ എന്ന് പറയാറുണ്ട്, ഫാത്തിമത്തുൽ ബത്തൂൽ. എന്താണ് ഒരർത്ഥം? ഇതേപോലെ തന്നെ ലിൻഖിതാഇഹ അൻ നിസാഇ അഹ്ലി സമാനിഹ, ആ കാലത്തുള്ള പെണ്ണുങ്ങളെ വരുന്നല്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, വേറൊരു ടൈപ്പാണ്. ആ കാലത്തുള്ള പെണ്ണുങ്ങളെ സ്വഭാവങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ മൊത്തം നമ്മുടെ ഉമ്മത്തിലെ സ്ത്രീകളെ പോലൊന്നുമല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. എല്ലാ വിഷയത്തിലും, ചാരിത്രത്തിൻ്റെ വിഷയത്തിലും ശ്രേഷ്ഠതയുടെ വിഷയത്തിലും ദീനിൻ്റെ വിഷയത്തിലും തറവാടിൻ്റെ വിഷയത്തിലും അതേപോലെ തന്നെ ദുന്യവയ്യായ ചിന്ത, ഇതൊന്നും തീരെ ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, മഹദിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ സർവ്വസംഗതികളിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീ, വനിത, അത് ദുന്യവിയായ കാര്യങ്ങളാവട്ടെ, ചാരിത്രമാവട്ടെ, തറവാടാവട്ടെ, ഇബാദത്തിൻ്റെ കാര്യത്തിലാവട്ടെ, സർവ്വതും ആ കാലത്തെയും അതല്ല ഈ ഉമ്മത്തിൽ വരാൻ പോകുന്ന സർവ്വ പെണ്ണുങ്ങളെക്കാളും ഈ ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെക്കാളും ഹൈറായ രൂപത്തിലുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലക്കാണ് മഹദിയെക്കുറിച്ച് ഫാത്തിമത്തുൽ ബത്തൂൽ എന്ന് പറയുന്നത്. മറിയമുൽ ബത്തൂൽ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അവർ പരിപൂർണമായി ആരാധനക്ക് അർപ്പിച്ചത് കൊണ്ടാണ്. അല്ലേ? പിന്നെ എന്താണ് പറയുക, ഒരുപാട് സംഗതികൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് വല്ലാതെ അടുത്ത് ആരാധന ചെയ്തിരുന്ന മഹദിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹു തആല മെഹ്റാബിൻ്റെ ഇടയിൽ മെഹ്റാബിൽ പഴങ്ങളൊക്കെ ഇറക്കി കൊടുത്തൊക്കെ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ മറിയമ്മിനോട് ചോദിച്ച ചരിത്രങ്ങളില്ലേ? അത് അന്നാരക്കി ഹാദ ഖാലത്ത് മിൻ ഇൻദില്ലാ, ഇതിൻ്റെ റബ്ബ് എനിക്ക് ഇറക്കി തന്നാണെന്ന്. അത്രയും അടുപ്പായിരുന്നു എന്നാണ്. മെഹ്റാബിൽ ചെന്നപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം പഴങ്ങൾ കാണുകയാണ് മറിയം ബീവിൻ്റെ അടുത്ത്. അപ്പോഴാണത് അള്ളാഹ് എനിക്ക് ഇറക്കി തന്നാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ അത്രയും അടുത്ത ഒരു മഹദിയായിരുന്നു. അതുകൊണ്ടാണ് മറിയമുൽ ബത്തൂൽ എന്ന് പറയുന്നത്. ബത്തൂൽ എന്ന് പറഞ്ഞാൽ ആരാധനകൾ മുറിഞ്ഞ് പറ്റേ അള്ളാഹുവിലേക്ക് അടുത്തവർ എന്നർത്ഥം. മക്കൾക്ക് പേരിടാറുണ്ടല്ലേ ബത്തൂൽ എന്ന് ചേർത്തിട്ട്, നല്ല പേരാണ്. ഇങ്ങനെ നല്ല അർത്ഥമുള്ള ഒരു പേരാണത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്, ഇടാവുന്നതാണ്, നല്ല നിയ്യത്തോടെ ഇടാവുന്നതാണ്. അപ്പോൾ തബത്തൽ ഇലൈഹി തബ്തീല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ അള്ളാഹുവിലേക്ക് പരിപൂർണമായി ചേർന്ന് നിന്ന് ആരാധന നടത്താനാണ്. നമ്മൾ ഈ ആയത്തിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു വിഷയമാണ് തബത്തുൽ എന്നത്. ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ, എന്നല്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ച, അതല്ലെങ്കിൽ ഇസ്ലാമിനെ പല നിലക്കും ആക്ഷേപിച്ച ഒരു വിഷയം കൂടിയാണ് ഈ തബത്തുൽ എന്നത്. നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞ ഈ തബത്തുൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞ ഈ തബത്തുൽ, അത് അനുവദനീയമായ തബത്തുലാണ്. രണ്ട് തരം തബത്തുലുണ്ട് എന്നാണ്. നമുക്കത് വിശദമായി പഠിക്കാം. മറ്റു ചില ദീനീ വിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെ, മറ്റു ചില മതവിഭാഗങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള തബത്തുലല്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. സന്യാസം എന്നൊക്കെ പറയാറില്ലേ? ചില ആളുകൾ ഇതിന് അർത്ഥം വെക്കൽ സന്യാസം എന്നാണ്. അതല്ല ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കിത് വിശദമായി പഠിക്കാം. യഥാർത്ഥ തബത്തുൽ എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. യഥാർത്ഥമായി ഒരു മനുഷ്യൻ മുത്തബത്തിലാണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ വതബത്തൽ ഇലൈഹി തബ്തീല എന്ന ആയത്ത് കൃത്യമായി കൊണ്ടു നടന്ന ആളാണെന്ന് പറയണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ ഉണ്ടാവണം. ഇത്തിസാലും ഉണ്ടാവണം, എംഫിസാലും ഉണ്ടാവണം. ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയുമോ? ചേരുക എന്നാണ് അർത്ഥം. ഇൻഫിസാൽ എന്ന് പറഞ്ഞാൽ വേർപ്പെടുക എന്നാണ് അർത്ഥം. ഇത് രണ്ടും ഉണ്ടായാലും ശരിയായ തബത്തുലുണ്ടായി. എന്താണ് ചേരലും വേർപ്പെടലും? എവിടുന്നാണ് വേർപ്പെടേണ്ടത്? എവിടേക്കാണ് ചേരേണ്ടത്? വേർപ്പെടേണ്ടത് ഖൽബ് വേർപ്പെടുക. എവിടുന്ന്? അള്ളാഹു എന്ന ഒരു ചിന്തയല്ലാത്ത മറ്റെല്ലാറ്റിൽ നിന്നും ഖൽബ് വേർപ്പെടുക.
അത് അല്ലാഹു അല്ലാത്ത ചിന്തയിൽ നിന്ന് അല്ലാഹു അല്ലാത്ത ചിന്തയിൽ നമ്മുടെ കൽബ് വേർപ്പെടുക. അതെങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ കൽബിൽ നിന്ന് ഇറക്കി വെക്കണത് എങ്ങനെ? അത് അള്ളാഹുവിനോട് താല്പര്യം ഉണ്ടായിട്ടാവണം, അള്ളാഹുവിനോട് താല്പര്യം ഉണ്ടായിട്ട്, അള്ളാഹുവിനെ പേടിച്ചിട്ടാവാം, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ടാവാം. എങ്ങനെയാണെങ്കിലും ശരി, അള്ളാഹിനെ ചിന്തിക്കാതെയാക്കുന്ന, റബ്ബിനെ മറക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും നമ്മുടെ കൽബിനെ നമ്മൾ വേർപ്പെടുത്തുക. ഇതാണ് ഇൻഫിസാൽ. ഇത്തിസാൽ എന്ന് പറഞ്ഞാലോ, ആ ഇത്തിസാൽ ഉണ്ടാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഫിസാൽ ഉണ്ടാവണം. നമ്മളെ കൽബ് മറ്റെല്ലാറ്റിൽ നിന്നും വേർപ്പെട്ടാൽ പിന്നെ അതെവിടെയൊക്കെ ചെല്ലുക? അത് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക. അതാണ് ഇത്തിസാൽ. കൽബിനെ അള്ളാഹുവുമായി ചേർത്ത് നിർത്തുക, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മുന്നിടുക, അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ എപ്പോഴും ജീവിക്കുക. അത് 2-3 നിലക്കാവാം. റബ്ബിനെ സ്നേഹിച്ചിട്ടാവാം, റബ്ബിനെ പേടിച്ചിട്ടാവാം, റബ്ബിൽ നിന്ന് പ്രതീക്ഷ വെച്ചിട്ടാവാം, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടാവാം, റബ്ബിലേക്ക് തവക്കുൽ ചെയ്തിട്ടാവാം, ഈ 5 രൂപത്തിലാവാം. അപ്പോൾ എല്ലാ നിലക്കും റബ്ബിലേക്ക് നമ്മൾ മുന്നിടുക. ഹുബ്ബൻ, റബ്ബിനോട് സ്നേഹമുണ്ട്, സ്നേഹം വേണം. വഖൗഫൻ, പേടി വേണം. അതേസമയം വറജാൻ, പ്രതീക്ഷയും വേണം. 3 വ ഇനാബത്തൻ, ഖേദിച്ചു മടങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടാവണം, റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുന്ന അവസ്ഥ ഉണ്ടാവണം. വതവക്കുലൻ, പരിപൂർണമായ റബ്ബിൽ പരമേൽക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ 5 ഉണ്ടായാലും ഇത്തിസാൽ ഉണ്ടാവും, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചേരും. അപ്പോൾ ഇൻഫിസാൽ ഉണ്ടായാൽ ഇത്തിസാൽ ഉണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കൽബ് അല്ലെങ്കിൽ റൂഹ്, നമ്മളെ ആത്മാവ്, ഇതെപ്പോഴും അള്ളാഹുമായി കണക്റ്റഡ് ആണെന്നാണ്. കാരണം അള്ളാഹുവാണ് അതിന് ശരിക്കും പടച്ച് നമ്മളതിൽ ഊതിയതാണല്ലോ, നമ്മുടെ ശരീരത്തിൽ ഊതിയതാണ്. ശരീരം ഇത് കൊണ്ടു നടക്കാനുള്ളൊരു സാധനമാണ്. റൂഹ് അല്ലെങ്കിൽ ഈ ആത്മാവ് കൊണ്ടു നടക്കുന്ന സാധനമാണ്. അത് ആത്മാവിനെ അള്ളാഹത്തിന് തിരിച്ചെടുത്താൽ ശരീരം പിന്നെ മണ്ണിൽ വെക്കേണ്ട സാധനമാണ്. അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അത് ദുന്യാവിൽ ഇങ്ങനെ നമുക്ക് നടക്കാൻ തന്നൊരു സംഗതി എന്ന് മാത്രം. അപ്പോൾ ഈ ആത്യന്തികമായി കണക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തു നമ്മുടെ ഈ ഹൃദയം, അതല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയില്ല, നമുക്ക് അതിനർത്ഥം വെക്കാം ഇവിടെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും അതിനെ ഒഴിവായാൽ പിന്നെ അത് അള്ളാഹു ഒറിജിനൽ അസ്സലായ അള്ളാഹുവിലേക്ക് അത് ചെന്ന് ചേരും. സ്വാഭാവികമായിട്ടും അപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ ഇൻഫിസാൽ ഉണ്ടായാൽ ഇത്തിസാൽ ഉണ്ടാവും. മനസ്സിലായല്ലോ അല്ലേ പറഞ്ഞത്? ശരി. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഗതിയാണത്. നമ്മളിന്നത് ചെയ്യണം. ഇന്ന് ആളുകൾ എന്താണ് പറയുക, ദുനിയാവിൻ്റെ പിന്നാലെ പാഞ്ഞിട്ടും ഹറാമും ഹലാലും ശരിക്കും നോക്കാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന്, ആണും പെണ്ണും കലർന്ന് ജീവിച്ചിട്ടും, അതേപോലെ തന്നെ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടും തോന്നിവാസങ്ങൾ ചെയ്തിട്ടും ആര് പറഞ്ഞത് കേൾക്കാതെ തോന്നിയതുപോലെ നടന്നിട്ടൊക്കെ മനുഷ്യന്മാർ നടക്കുന്ന ഈ കാലത്ത് ഈ ഒരു ചിന്ത മാറ്റിവെച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടേണ്ട, റബ്ബിനോടുള്ള സ്നേഹം എന്നത് കൈമുതലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് മനുഷ്യനുള്ളത്. അത് വളരെ അത്യാവശ്യമായ കാലഘട്ടമാണ് ഇത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് എന്നതിൻ്റെ വിശദ രൂപങ്ങൾ നമുക്ക് പറയാം. അതിന് ആ ഒരു തബത്തുറിലേക്ക് എത്തിച്ചേരാൻ ചില പ്രത്യേക സ്റ്റേജുകളുണ്ട്, ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. 4 ഘട്ടങ്ങൾ ഒരു മനുഷ്യൻ കൊണ്ടു നടന്നാലാണ് ഇതിലേക്ക് എത്തിച്ചേരുക എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദമായി പറയണം. ഈ ഒരു തബത്തൽ ഇലഹി തബ്തീല എന്ന ലെവലിലേക്ക് എത്താൻ ഉള്ള 4 ഘടകങ്ങൾ മഹാന്മാരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി പറഞ്ഞതാണ്. അവിടെ അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.